നമസ്കാരം. എല്ലാവർക്കും പുതുവർഷാശംസകൾ. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ വെമ്പായം. 2024 ആഗസ്റ്റ് 17 മലയാളം 1-ാം തീയതി ആരംഭിക്കുന്നത്. തലേ ദിവസം 2024 ആഗസ്റ്റ് 16 രാത്രി 7:46 സൂര്യസംക്രമം. അതുകൊണ്ട് 2024 ആഗസ്റ്റ് 17 മലയാളം 1-ാം തീയതി ആരംഭിക്കും. ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള 12 മാസത്തിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2025 മാർച്ച് വരെ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. നല്ലതാണ്. വ്യാഴൻ ഇപ്പോൾ 2025 മെയ് വരെ 12-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പൊതുവെ നോക്കുമ്പോൾ ശനിയുടെ സഞ്ചാരകാലം കൊണ്ട് ഈ വർഷം 3/4 ഭാഗം വളരെ നല്ലതാണ്. വ്യാഴത്തിൻ്റെ സഞ്ചാരം കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ ഒരുപാട് കടങ്ങളും കഷ്ടനഷ്ടങ്ങളും വിഷമങ്ങളും ഉള്ള വസ്തുക്കളും സ്ഥലങ്ങളും വിറ്റുമാറി വേറെ എന്തെങ്കിലും ചെയ്യാനോ, വേറെ രാജ്യത്ത് പോകാനോ, വേറെ ജോലി ചെയ്യാനോ, വേറെ ബിസിനസ് ചെയ്യാനൊക്കെ തോന്നുകയും കടം കൊണ്ട് ജപ്തി നടപടികൾ വരെ വരുന്ന സമയമാണ് വ്യാഴം 12 നൽകുന്ന സമയം. പക്ഷെ എന്നാൽ ശനി ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നുന്ന വസ്തുവകകൾ തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഒരു ബാങ്ക് ജപ്തിക്ക് വന്നാൽ പോലും നിങ്ങൾക്കതിനെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള വസ്തുക്കൾ നിലനിർത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ കടങ്ങളും വിഷമതകളും ഒരു സൈഡ് നികത്തിക്കൊണ്ട് വരാനും മറ്റൊരു സൈഡിൽ പല പല ബുദ്ധിമുട്ടുകൾ നമ്മളെ തേടിയെത്തുന്നത് പോലെ തോന്നും. എങ്കിലും നമുക്ക് രക്ഷപ്പെടാം. കാരണം ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം നമുക്ക് ആരോഗ്യവർദ്ധനയും പ്രമുഖ വ്യക്തികളുടെ പ്രീതിയും ശ്രോണി ഗ്രാമ പുരാധികാര ജനിത പൂജാഖുധാന്യാഗമാന സംഘം സമുദായ രാഷ്ട്രരംഗങ്ങൾ ശോഭിക്കാനും അധികാരങ്ങൾ കിട്ടാനും അധികാരികളുടെ വിരോധം മാറി സ്നേഹം കിട്ടാനും നമുക്കും സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പരിശ്രമിക്കാനും അഭിനയം കലാരംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം കഴിവുകളും കാര്യങ്ങളും പുരോഗതി പ്രാപിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾ നേട്ടങ്ങളായിട്ട് മാറ്റിയെടുക്കാനും ഒക്കെ ശ്രമിക്കാൻ നടക്കുന്ന സമയമാണ്. ശനിയുടെ കുറേ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിലും വേഗം 12 നിൽക്കുമ്പോൾ കടമൊക്കെ വരുന്നത് വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ ഒക്കെ നമുക്ക് കടം വന്നാലും നിങ്ങൾ പേടിക്കരുത്. പക്ഷെ വേഴം 12 നിൽക്കുമ്പോൾ ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രന്റെ മന്ത്രത്വം നയവും വശയും ഗുരുവും എന്നാണ്. അപ്പോൾ ബുദ്ധി നല്ല ബുദ്ധിരാക്ഷസന്മാരാണെങ്കിൽ ആലോചിക്കാതെ പല കാര്യങ്ങളും ചെയ്ത് കുരുതിപ്പെടാതെ സൂക്ഷിക്കണം. മക്കളോടും വഴക്കിനെന്ന് പോലെ പിള്ളേർ പോലും മക്കൾ പോലും ശത്രുതയും വിരോധവും കലഹമൊക്കെ കാണിക്കരുത്. സ്നേഹം കുറയും. നമുക്ക് തന്നെ ചില ആൾക്കാരോട് ചെറിയ വിരോധമൊക്കെ അങ്ങ് തോന്നും. അതേപോലെ ഗുരുത്വവും കുറയും. മാതാപിതാ ഗുരു ദൈവം സാക്ഷാൽ ദൈവത്തെ കണ്ടാൽ പോലും വെറുത്തു പോകും. അങ്ങനെയുള്ള വാശിയൊക്കെ തോന്നും. ഈ കൊല്ലം ദൈവാനുഗ്രഹത്തിൽ കുറവാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ. കാരണം വ്യാഴം 12 നിൽക്കുമ്പോൾ ഞങ്ങൾ പോകാത്ത അമ്പലങ്ങളില്ല, ആശ്രമങ്ങളില്ല, പുണ്യകേന്ദ്രങ്ങളില്ല, തീർത്ഥാടനങ്ങളില്ല. എവിടെ ചെന്നിട്ടും ഞങ്ങൾക്കൊരു ഗുണവും കിട്ടിയില്ല. പല ആശുപത്രിയിൽ പോയി അവിടെ ചെന്നിട്ട് ഒരു ഗുണവും കിട്ടിയില്ല. പല കോടതിയിൽ പോയിട്ട് അവിടെ നിന്നും ഒരു ഗുണവും കിട്ടിയില്ല. പിന്നെ എന്തിനു ഇതിനൊക്കെ പോകുന്നത്? എന്തായിരുന്നാലും ജനിച്ചതിൻ്റെ കൊണ്ട് മരിക്കുന്നത് വരെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങ് പോകണമെന്നുള്ളതേ ഉള്ളെന്ന് വിചാരിക്കും. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് അടുത്ത 2025 മെയ് കഴിയുമ്പോൾ വ്യാഴം 1-ൽ വരും, 2 വരും, പിറ്റേക്ക് വരും. ആ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ കഴിവുകളും അറിവുകളും വേണ്ട തരത്തിൽ പ്രയോഗിച്ച് സീറോയിൽ നിന്ന് നമുക്ക് ഹീറോയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നല്ല നേട്ടങ്ങൾ കിട്ടി മിടുക്കരായിട്ട് വരും. ഇവൻ്റെ നാളാണ് തിരുവാതിര. അപ്പോൾ ചെറിയ കാര്യത്തിനും വലിയ സന്തോഷം കിട്ടും. ആർക്കും എന്ത്
സഹായങ്ങളും ചെയ്യും, സേവനങ്ങളും ചെയ്യും, എല്ലാവർക്കും ഉപകാരിയാണ്. ദേഷ്യം വന്നാൽ എഴുത്തിരുന്ന് താണ്ഡവമാടിക്കളയും. അതാണ് ഈ നാളിൻ്റെ കുഴപ്പം. അപ്പോൾ അത്രയും കാലം ചെയ്ത പുണ്യം ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു നിമിഷം, ഒരു കാള് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആരുടെയും വഴക്കിനൊന്നും പോകാതെ സ്നേഹം അഭിനയിച്ചെങ്കിലും ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ പുതിയ വർഷം നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയൊക്കെ പുരോഗതിയായിട്ട് വിജയിക്കാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും ഈ 12 പേരത്തിന് വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുണ്ട്. കൃഷ്ണനെയും വിഷ്ണുവിനെയും പരശുരാമനെയും ശ്രീരാമനെയും നരസിംഹനെയൊക്കെ പോയി കാണണം, ഭഗവാനെ പ്രാർത്ഥിക്കണം. സാമ്പത്തികം മുതൽമുടക്കിക്കൊണ്ട് ആദായം വർദ്ധിപ്പിക്കുന്ന ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, പൈസ ഇടപാട് എല്ലാം വളരെ സൂക്ഷിക്കണം. ആരും നമ്മളെ പറ്റിച്ചുകൊണ്ട് പോവാതെ ശ്രദ്ധിക്കണം. നമുക്ക് കാര്യങ്ങൾ വിജയിക്കാനുള്ള കഴിവുള്ള ആളാണ്. പക്ഷേ ഈ സമയത്ത് നമ്മളെ സ്വഭാവ രീതികൾ മാറും. 24 മണിക്കൂറും ജോലി ചെയ്യണം, പൈസ കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരാൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ പോലും സ്വന്തം കാര്യങ്ങൾക്ക് പോലും താല്പര്യമില്ലാതെ ശ്രദ്ധയില്ലാതെയൊക്കെ ആയി തീരുന്ന സമയം. പിന്നെ സുഹൃത്തുക്കളെ സുഖിപ്പിക്കാനും അവരെ സന്തോഷത്തിനും വേണ്ടി എത്ര രൂപ വേണോ വാരിക്കോരി ചെലവാക്കുന്ന, എല്ലാത്തിനും ഞാൻ തന്നെ മുമ്പേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഈ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും. ഒരുപാട് അറിവും കഴിവൊക്കെ ഉള്ള ആളാണ്, കുരുക്കിപ്പെടൂലെന്ന് എന്നെ എല്ലാവരും വിചാരിക്കുന്നതെങ്കിലും ഈ കൊല്ലം നമുക്ക് എങ്ങനെയാണോ എന്തോ ഇത്രയും കടവും ദോഷവും വിഷമവും കുടുംബ ബന്ധങ്ങൾ വരെ പോയല്ലോ എന്ന് ചിന്തിക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ജോമവും ഐശ്വര്യ പൂജകളൊക്കെ ചെയ്യണം. എല്ലാ മിഥുന മാസം നമ്മൾ സൂക്ഷിക്കണം. വൃശ്ചിക മാസത്തിലും ഭയങ്കര കുഴപ്പങ്ങളൊക്കെയാണ്. സൂര്യൻ 6-ൽ സഞ്ചരിക്കും. മകരമാസത്തെ സൂര്യൻ 8 നിൽക്കുമ്പോൾ ഭയങ്കര ദോഷമാണ്. അർക്കാഷ്ടമേ ബഹുജനെ നൃപസേനയ യാദൂരവോ രവനി ന്യൂനമുഖേ കൂടുതലാണ്. അപ്പോൾ അർക്കാഷ്ടമി, അർക്കൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ നൃപസേനയാവ, നൃപൻ രാജാവിനെ കൊണ്ടും സേനാധിപന്മാരെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും ഉപദ്രവങ്ങളുണ്ടാകുമെന്നാണ്. നടപടികൾ, ജപ്തി നടപടികൾ, സാമ്പത്തിക കുരുക്കുകൾ, ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകുന്നതും നമ്മളെ കയ്യിരിക്കുന്ന പൈസ പോയിട്ട് പിന്നെ നമ്മൾ കടം വാങ്ങിച്ച് പലതും നേടാൻ ശ്രമിച്ചു എല്ലാം നേടിയിട്ടും നമുക്കൊരു മെച്ചം കിട്ടുന്നില്ലെന്ന് തോന്നുന്ന വിഷമങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചെറിയ ലാഭം മതി, ഉള്ള ബിസിനസ്, ഉള്ള ശമ്പളം, ഉള്ള പ്രൊമോഷൻ, ഉള്ള സാലറിയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും നമുക്ക് ഈ കൊല്ലം തട്ടി മുന്നോട്ട് കൊണ്ടുപോകണം. അത് കഴിയുമ്പോൾ വേഴം മെയ് മാസം മുതൽ 1 വരും. അപ്പോഴും നമുക്ക് ഹീറോ ആവാനും ജീവിക്കാനും രക്ഷപ്പെടാനും പറ്റും. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജന്മതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. ചിലവർ കാൾ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ തിരക്കിലിരിക്കുമ്പോൾ ഇത്രയും കാളൊന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ പോലും പെട്ടെന്ന് നോക്കാനുമുള്ള സമയക്കുറവുണ്ട്. എങ്കിലും നോക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുടുംബത്തിന്, സന്താനത്തിന്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനെ കൂടുതൽ സന്താനങ്ങളെക്കുറിച്ച് വിഷമിച്ച് പിള്ളേരുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കൽ. 12 വേഗം നിൽക്കുമ്പോൾ മക്കൾ കലപിക്കുവാനും മരിച്ചു കളയാൻ വരെ തോന്നുന്ന സമയമാണ്. പിള്ളേരെ ഉപദേശിക്കുന്ന കുഴപ്പമില്ല, ഉപദ്രവിക്കൽ. അവർക്ക് വേണ്ടി സന്താന ഗോപാലമൂർത്തി പൂജ, വിഷ്ണു പൂജ, ഈശ്വരി പൂജ ഇതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങളെ വിഷമതകളും മക്കളെ വിഷമങ്ങളും ഒക്കെ മാറി അവർക്കും നമുക്കും നല്ലത് വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൊള്ളുന്നു. അപ്പോൾ ഈ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ മതപരമായിട്ടുള്ള നേർച്ചകളും വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യണം. നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോകണം. ധർമ്മദേവത പ്രസാദിക്കൂ, കുളിർക്കൂ തറവാടുകൾ. നമ്മളെ തറവാടുകൾ അഭിവൃദ്ധിപ്പെട്ടു വരണമെങ്കിൽ നമ്മളെ കുടുംബദേവന്മാർ നമുക്ക് അനുകൂലിച്ച് വരണം. പലരും കുടുംബദേവന്മാരെ കളഞ്ഞിട്ട് മറ്റമ്പലങ്ങളിലൊക്കെ പോയി ദർശനം, വഴിപാട്, പൂജ ചെയ്തൊക്കെ ചെയ്യും. പെറ്റമ്മയെ കളഞ്ഞിട്ട് പോറ്റമ്മയെ നമ്മൾ നോക്കുമ്പോൾ പോറ്റമ്മ എത്രയായിരുന്നാലും പെറ്റമ്മയെ പോലെ ആവൂലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതേപോലെ നമ്മളെ ദൈവങ്ങൾ ഇച്ചിരി ഭംഗിക്കുറവുണ്ടെങ്കിലും ആചാരലോപങ്ങളുണ്ടെങ്കിലും അവർക്ക് ചെയ്യുന്ന പൂജകളും കാര്യങ്ങളും പുണ്യവും അഭിവൃദ്ധിയും 7 തലമുറയോളം നല്ലതും വരാനുള്ള സാധ്യത ഉണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാർ നല്ല ഭക്തിയും ദൈവികവും ആത്മീയവും ഒക്കെ ഉള്ള സ്വാമിമാരെ പോലെ ജീവിക്കുന്നവരാണ്. പക്ഷേ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നമ്മൾ അത്രയും വലിയ ഭക്തനായിട്ട് തോന്നൂല്ലെങ്കിലും നിങ്ങളെ മനസ്സിലൊരു സ്വാമി തന്നെ ഉള്ള ആളായിട്ട് വരാനുള്ള യോഗവും
അനുഗ്രഹ സിദ്ധികളും ദൈവിക സിദ്ധികളും വേദം പുരാണം മുതലായൊക്കെ പഠിച്ച് പ്രവർത്തിച്ച് ജീവിക്കാനുള്ള കഴിവുകളും ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗ്രഹപ്പിഴകൾ നമുക്ക് ദോഷകരമായിട്ട് വന്നാലും നിങ്ങൾ പേടിക്കരുത്. പിന്നെ 2025 മാർച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടകശനി വരും. കണ്ടകശനി വരുമ്പോഴാണ് ജോലിക്ക് ചില തടസ്സങ്ങളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്കിലും മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി ഗുണകരമാണ്. ഗുരുർ സ്വച്ഛോച്ചസ്തേ നൃപപതി സദസ്യക ഗ്രാമപുരവഹ വിദ്വാൻ ചാര്യങ്കോ ദിനകര സമോ അന്യത്ര ഗതിദാഹാണ്. ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി, മകരം കുംഭൻ രാശി തുലാരാശി നിൽക്കുന്ന ശനി നമുക്ക് നൃപപതി സദസ്യ നല്ല സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അംഗീകാരങ്ങളൊക്കെ കിട്ടും. ഗ്രാമപുരവ ഗ്രാമവും പുരമൊക്കെ കിട്ടും. വിദ്വാൻ നല്ല വിദ്വാനായിട്ടും കഴിവുള്ള ആളായിട്ടും മാറും. ബാക്കിയുള്ള രാശികൾ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ട്, വിഷമങ്ങളുണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. എന്നാലും ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ നിങ്ങൾക്ക് ഈ കൊല്ലം ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മാറി നല്ല ഭാഗ്യത്തിലും ഐശ്വര്യത്തിലും എത്താൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.